നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഏതൊരു സ്ഥാപനം എടുത്ത് നോക്കിക്കോളൂ, അവർക്കൊരു സ്ട്രോങ് റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഉണ്ടാകും. അതായത് ആർക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളത് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകും. 2 3 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആളുകൾക്ക് ഒരു എംപ്ലോയി റിപ്പോർട്ട് ചെയ്താലുള്ള കുഴപ്പം ഇതാണ്. ഒരാൾ വെള്ളം ചൂടാക്കാൻ പറഞ്ഞിട്ട് പോകുന്നതിൻ്റെ പുറകെയാകും മറ്റൊരാൾ വന്നിട്ട് തുണി അലക്കാൻ പറയുന്നത്. ഇനി ഈ 2 പണികളിൽ ഏത് ആദ്യം ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാകും വേറൊരാൾ വന്നിട്ട് വിറക് വെട്ടാൻ പറയുന്നത്. ഈ 3 ആളുകളെ മുഷിപ്പിക്കേണ്ടെന്ന് വിചാരിക്കുന്ന എംപ്ലോയീസ് 3 പണികളും ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അതിലൊരു പണി പോലും മര്യാദയ്ക്ക് നടന്നു വരില്ല. അതേസമയം 3 പണികളിൽ ഒരു പണി പോലും ചെയ്ത് നോക്കാൻ ശ്രമിക്കാത്ത എംപ്ലോയീസും ഉണ്ട്. എന്നാൽ ഒരു സ്ട്രോങ് റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഫോളോ ചെയ്യുന്ന, അതായത് ഒരു 1-to-1 റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഫോളോ ചെയ്യുന്ന കമ്പനീസിൽ ഇത്തരം കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അവിടെ എംപ്ലോയീസിൻ്റെ പെർഫോമൻസും വർക്കിൻ്റെ പ്രോഗ്രസ്സും ഒക്കെ ട്രാക്ക് ചെയ്യുന്നത് എളുപ്പമായിരിക്കും. സ്ഥാപനങ്ങളിൽ ഒരു ക്ലിയർ റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സഹായിക്കുന്ന ഓർഗനൈസേഷൻ ചാർട്ട് എക്സൽ ഉപയോഗിച്ച് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരു എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസിയുടെ റിപ്പോർട്ടിംഗ് സ്ട്രക്ചറാണ് ഈ കാണുന്നത്. ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഥവാ സിഇഒയ്ക്ക് റിപ്പോർട്ട് ചെയ്യുക 2 ആളുകളാണ്. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ COO ആൻഡ് ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ CFO. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറിന് കീഴിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഡയറക്ടേഴ്സ് വരുന്നു. അതായത് റോഡ്സ് ആൻഡ് ഹൈവേസ്, സ്ട്രക്ചേഴ്സ്, റെയിൽ എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഡയറക്ടേഴ്സ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറിനാണ് റിപ്പോർട്ട് ചെയ്യുക. പിന്നീട് ഓരോ ഡയറക്ടറിനും കീഴിൽ ജനറൽ മാനേജേഴ്സ് വരുന്നു. പിന്നീട് ഓരോ ജനറൽ മാനേജറിനും കീഴിൽ സീനിയർ എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, ആ ഒരു രീതിയിലാണ് റിപ്പോർട്ടിംഗ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു റൂട്ട് ലെവലിലേക്ക് നമ്മൾ പോകുന്നില്ല. GM ലെവൽ വരെയുള്ള പൊസിഷൻസാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓർഗനൈസേഷണൽ ചാർട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി എക്സൽ റിബണിലെ ഇൻസേർട്ട് ടാബിൽ പോവുക. ഇല്ലസ്ട്രേഷൻസ്, സ്മാർട്ട് ആർട്ട് നോക്കുക. ചൂസ് എ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക് എന്ന ഡയലോഗ് ബോക്സ് വന്നു. ഇവിടെ പല കാറ്റഗറികളിലായിട്ട് ഒരുപാട് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം. ഓർഗനൈസേഷണൽ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹൈറാർക്കി സെലക്ട് ചെയ്യുക. പലതരത്തിലുള്ള ഓർഗനൈസേഷൻ ചാർട്ട് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കുക. ഇതിൽ നിന്ന് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഓർഗനൈസേഷൻ ചാർട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, നോക്കുക കുറച്ച് ടെക്സ്റ്റ് ബോക്സുകൾ ഇവിടെ വന്നു. ഈ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്യുക. നോക്കുക ഈ ഒരു പോർഷനിൽ, അതായത് ഈ ഒരു ഇൻപുട്ട് ബോക്സിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ഡേറ്റയാണ് ഈ ടെക്സ്റ്റ് ബോക്സുകളിൽ ഡിസ്പ്ലേ ചെയ്യപ്പെടുക. ഉദാഹരണത്തിന് ഇവിടെ ABC എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. നോക്കുക ആ ടെക്സ്റ്റ് ഇവിടെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ വന്നാൽ കാണാം. വീണ്ടും ഇനി ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പൊസിഷൻസ് ഈ കാണുന്ന പോലെയുള്ള ടെക്സ്റ്റ് ബോക്സുകളിലേക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെയുള്ള ഡേറ്റ ഡിലീറ്റ് ചെയ്യുന്നു. ബാക്ക് സ്പേസ്. ഇനി ഈ പൊസിഷൻസ് കോപ്പി ചെയ്യുക. റൈറ്റ് ക്ലിക്ക്, കോപ്പി, ചാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. കോപ്പി ചെയ്ത ഡേറ്റ ഇവിടെ പേസ്റ്റ് ചെയ്യുക. റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്. നോക്കുക ഇവിടെയുള്ള പൊസിഷൻസ് ഇവിടെ ടെക്സ്റ്റ് ബോക്സുകളിൽ വന്നാൽ കാണാം. ഇനി ഈ കാണുന്ന ഓരോ ലെവലിനും അനുസരിച്ചിട്ട് ഈ പൊസിഷൻസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് നോക്കാം. ലെവൽ 2-ലുള്ള ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറെയും ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസറെയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനെ താഴെ കൊണ്ടുവരാനായിട്ട് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറിൻ്റെ ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ടാബ് കീ പ്രസ് ചെയ്യുക. നോക്കുക COO അഥവാ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ വലതുവശത്തേക്ക് മൂവ് ചെയ്ത് കാണാം. അതിനനുസരിച്ച് ഇവിടെയുള്ള ടെക്സ്റ്റ് ബോക്സും അറേഞ്ച് ചെയ്യപ്പെട്ടു. വീണ്ടും ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ, ടാബ്. ഇനി ഈ കാണുന്ന എല്ലാ പൊസിഷൻസും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറിനെ താഴെ കൊണ്ടുവരാനായിട്ട് ഈ പൊസിഷൻസ് സെലക്ട് ചെയ്യുന്നു. ടാബ്, ഒരു തവണ കൂടി ടാബ്. ഈ 2 ജനറൽ മാനേജേഴ്സിനെയും ഡയറക്ടറിന് കീഴെ കൊണ്ടുവരാനായിട്ട് ഈ 2 ലൈൻ സെലക്ട് ചെയ്യുന്നു. ടാബ്. ഇതേ രീതിയിൽ ബാക്കിയുള്ള പൊസിഷൻസ് അറേഞ്ച് ചെയ്യുന്നു. നോക്കുക ഏറ്റവും ടോപ്പിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അദ്ദേഹത്തിന് കീഴിൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ. വീണ്ടും COOയ്ക്ക് താഴെ
3 ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഡയറക്ടേഴ്സ്, ഓരോ ഡയറക്ടറിനും താഴെ 2 ജനറൽ മാനേജേഴ്സ്. ഇനി ഈ ചാർട്ടിലേക്ക് നമുക്ക് കൂടുതൽ പൊസിഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ, ഉദാഹരണത്തിന് ഒരു ജനറൽ മാനേജറിന് കീഴിൽ ഒരു സീനിയർ എഞ്ചിനീയറെ ആഡ് ചെയ്യാനായിട്ട് ചാർട്ടിൽ ക്ലിക്ക് ചെയ്യുക, ജനറൽ മാനേജറിൻ്റെ ലൈനിൽ ക്ലിക്ക് ചെയ്യുക, എൻ്റർ. നമുക്ക് പുതിയൊരു ടെക്സ്റ്റ് ബോക്സ് വന്നാൽ കാണാം. വീണ്ടും ടാബ് കീ പ്രസ് ചെയ്യുക. നോക്കുക, ആ ടെക്സ്റ്റ് ബോക്സ് ജനറൽ മാനേജറിൻ്റെ താഴേക്ക് അറേഞ്ച് ചെയ്യപ്പെട്ടു. ഇനി ഇവിടെ സീനിയർ എഞ്ചിനീയർ എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി ഓരോ ലെവലിലുള്ള ടെക്സ്റ്റ് ബോക്സിനും ഓരോ കളർ കൊടുക്കാനായിട്ട് ചാർട്ട് സെലക്ട് ചെയ്യുക, സ്മാർട്ട് ആർട്ട് ഡിസൈൻ, ചേഞ്ച് കളേഴ്സ്. ഇവിടെ നിന്ന് ഇഷ്ടമുള്ള കളർ സ്കീം സെലക്ട് ചെയ്യുക. ഇനി ഓരോ പൊസിഷനിലുമുള്ള ആളുകളുടെ പേരുകൾ ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ അതിന് മറ്റൊരു ലേ ഔട്ട് ഉപയോഗിക്കാവുന്നതാണ്. ചാർട്ട് ക്ലിക്ക് ചെയ്യുക, സ്മാർട്ട് ആർട്ട് ഡിസൈൻ, ലേഔട്ട്സ്, മോർ, നെയിം ആൻഡ് ടൈറ്റിൽ ഓർഗനൈസേഷൻ ചാർട്ട്. നോക്കുക, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിൻ്റെ പേര് ആഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക, പേര് ആഡ് ചെയ്യുക. കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാനായിട്ട് ഇവിടെയുള്ള 2-3 പൊസിഷൻസ് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. വീണ്ടും ഇനി ഓരോ ആളുടെയും പിക്ചർ ആഡ് ചെയ്യണമെങ്കിൽ അത്തരമൊരു ലേഔട്ടും സ്മാർട്ട് ആർട്ട് ഡിസൈനിൽ അവൈലബിൾ ആണ്. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് പിക്ചേഴ്സ് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ച അതേ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ മറ്റ് ആപ്ലിക്കേഷൻസിലും ഓർഗനൈസേഷൻ ചാർട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് മൈക്രോസോഫ്റ്റ് വേർഡിലും പവർ പോയിന്റിലും ഒക്കെ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക് ഉപയോഗിച്ചുകൊണ്ട് ഓർഗനൈസേഷൻ ചാർട്ട് നിർമ്മിക്കാൻ സാധിക്കും. മറ്റൊരു ഓഫീസ് ടിപ്പായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.